തൃശൂർ കുര്യച്ചിറയിൽ സ്വകാര്യ കമ്പനിയുടെ ഫ്ളാറ്റ് നിർമ്മാണത്തെ തുടർന്ന് പ്രതിസന്ധിയിലായി 18 കുടുംബങ്ങൾ. പൈലിംഗ് മൂലം സംരക്ഷണ ഭിത്തികൾ ഇടിഞ്ഞ് വീടുകൾക്ക് ബലക്ഷയം സംഭവിച്ചതായാണ് പരാതി. കുര്യച്ചിറ പാറക്കയറ്റം കനാൽ റോഡിനോട് ചേർന്ന് പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്നവരാണ് പരാതിയും പ്രതിഷേധവുമായി രംഗത്തുള്ളത്. നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ കുര്യച്ചിറ പാറക്കയറ്റത്ത് താമസമാക്കിയതാണിവർ. ഇറിഗേഷൻ വകുപ്പിന്റെ കനാലിനോട് ചേർന്ന് 23 കുടുംബങ്ങളിലായി 120-ലേറെ പേർ. ഇവരുടെ വീടുകളോട് ചേർന്ന സ്ഥലത്ത് സ്വകാര്യ കമ്പനിയുടെ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മാണം ആരംഭിച്ചത് മുതലാണ് കുടുംബങ്ങൾ ബുദ്ധിമുട്ടിലായത്. ഇവിടെ ഇടിച്ചിൽ വന്നു. അവർ 9 അടി കോല് താഴ്ചയിൽ മണ്ണെടുത്തു. മഴ വന്നപ്പോൾ പെട്ടെന്ന് ഒരു കുലുക്കം വന്നു. കുലുങ്ങി നോക്കുമ്പോൾ വീട് അപ്പുറത്തെ വീടും എൻ്റെ വീടിൻ്റെ മുന്നത്തെ വീട് ഇടിഞ്ഞു. അങ്ങോട്ട് ഇടിയാന്ന് പറഞ്ഞാൽ അവരുടെ ബാത്റൂം ഇത് ഇടിഞ്ഞ് അവിടേക്ക് നിൽക്കണേ. 3ാമത്തെ ഫ്ലാറ്റ് പണി തുടങ്ങുമ്പോൾ അത് മൊത്തം പാറയാണ്. നമുക്ക് പാറ പൊട്ടിക്കണ മുഖേന വീടുകളുടെ ഒരുവിധ എല്ലാ ഭാഗങ്ങളും പൊളിയാണ് ചെയ്യേണ്ടത്. ഒരുവിധ എല്ലാ വീടുകളും എല്ലാതും വിള്ളലും അല്ലാതെ ബാലൻസ് പോലെ നിൽക്കണത് ഓടുകൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് പറയുമ്പോൾ ഇവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സിമെൻറ്റും മെറ്റലും കൊണ്ടുവരും. അല്ലെങ്കിൽ ഇവർ സ്വകാര്യമായി വന്ന് ആ വീട്ടുകാർക്ക് പൈസ കൊടുത്ത് ഇവരത് താച്ച് പോവും. ഇവർ പറഞ്ഞു വീട് കെട്ടിത്തരാന്ന് പറഞ്ഞു. കെട്ടിയാലും അപ്പുറത്തെ ഫ്ലാറ്റ് അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ 3 സ്ഥലത്തൊരു വീട് ഇവിടെ എല്ലാവർക്കും കൂടി ഉള്ളത്. അതെങ്കിൽ വേണ്ടുള്ളൂ. ഇപ്പോൾ വേസ്റ്റ് വെള്ളം മൊത്തം മഴ ഇതാകുമ്പോൾ ഞങ്ങൾ ബക്കറ്റിൽ കപ്പ് കൊണ്ട് കുടിച്ചിട്ട് പുറത്തുകൊണ്ട് കളയ ചെയ്യുന്നത്. ബാത്റൂമത്തെ വെള്ളവും. അപ്പം ഞങ്ങൾക്ക് പറഞ്ഞ് വൃത്തിയില്ല. അപ്പം ഞങ്ങൾക്ക് അതിന് കാണാൻ ചെറിയൊരു വീട് അത്രേ ഞങ്ങൾക്ക് വേണ്ടുള്ളൂ. പരാതിക്കാരുടെ വീടുകളോട് ചേർന്ന് ഫ്ളാറ്റ് നിർമ്മാണത്തിനായി മണ്ണെടുക്കുകയും പാറ പൊട്ടിക്കുകയും പൈലിംഗ് നടത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് 18 വീടുകൾക്കാണ് ബലക്ഷയം സംഭവിച്ചത്. വേനൽ മഴ ശക്തമായതോടെ കഴിഞ്ഞ ദിവസം സംരക്ഷണ ഭിത്തി തകർന്നു വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 5 വർഷം മുൻപ് പ്രദേശത്ത് കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് മുതൽ പാറക്കയറ്റം നിവാസികൾ നിരവധി ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്. ഉയരത്തിലുള്ള കെട്ടിടത്തിൽ നിന്ന് നിർമ്മാണ സാമഗ്രികൾ താഴേക്ക് പതിച്ച് പല വീടുകൾക്കും നാശനഷ്ടമുണ്ടായി. ആളുകൾക്ക് പരിക്കേൽക്കുകയും കൂടി ചെയ്തതോടെ നിർമ്മാണ കമ്പനി തന്നെ വീടുകൾക്ക് മുകളിൽ റൂഫുകൾ സ്ഥാപിച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഒരു 7ഓളം കുടുംബങ്ങൾ, 18 എണ്ണത്തിൽ 7ഓളം കുടുംബങ്ങൾ ഒരു ചെറിയ മഴ പെയ്താൽ പോലും തകരാവുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇവരെ പുനരധിവസിപ്പിക്കണം. ഇവർക്ക് കൃത്യമായിട്ടുള്ള സംരക്ഷണം ഉണ്ടാവണം. അതുവരെ ഇവരുടെ ഈ ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇന്നലെയൊക്കെ ചില ചർച്ചകൾ ഇവരുടെ ഈ ഫ്ലാറ്റ് നിർമ്മാണത്തിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർ പോസിറ്റീവായി പ്രതികരിക്കുമെന്ന് തന്നെയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി ഇവരോടൊപ്പം നിൽക്കും. വിവിധ വകുപ്പുകൾക്കും അധികൃതർക്കും പരാതി നൽകിയെങ്കിലും ഇതുവരെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ലെന്നാണ് പാറക്കയറ്റം നിവാസികൾ പറയുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മാണം തുടർന്നാൽ വീടുകൾ തകർന്നു വീഴുമെന്നാണ് ഇവരുടെ ആശങ്ക. നിർമ്മാണ കമ്പനിക്ക് അനുകൂലമായ സമീപനമാണ് വിവിധ വകുപ്പുകളും സ്വീകരിക്കുന്നതെന്നാണ് ആക്ഷേപം. മറ്റൊരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കാനും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് മലയാളം, തൃശൂർ.